ഏവർക്കും നമസ്കാരം. പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ല പട്ടണത്തിലുള്ള ശ്രീ വല്ലഭ മഹാക്ഷേത്രത്തിലാണ് ഇന്ന് ഞങ്ങൾ ദർശനം നടത്തിയത്. മഹാവിഷ്ണുവും സുദർശനമൂർത്തിയുമാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠകൾ. മഹാവിഷ്ണു ഇവിടെ ശ്രീ വല്ലഭൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഈ പേരിൽ നിന്നാണ് തിരുവല്ല എന്ന പേരുണ്ടായതെന്ന് പറയപ്പെടുന്നു. തമിഴ് വൈഷ്ണവ ഭക്തകവികളായ 12 ആഴ്വാർമാർ പാടിപ്പുകഴ്ത്തിയ 108 വൈഷ്ണവ ദേവാലയങ്ങളിൽ ഒന്നാണ് തിരുവല്ല ശ്രീ വല്ലഭ മഹാക്ഷേത്രം. ഉപദേവതകളായി ഗണപതി, ദക്ഷിണാമൂർത്തി, അയ്യപ്പൻ, വരാഹമൂർത്തി, വടക്കുംദേവർ, വേദവ്യാസൻ, ദുർവാസാവ്, ഗുരു അപ്പസ്വാമി എന്നിവർക്കും പ്രതിഷ്ഠകളുണ്ട്. കേരളത്തിൻ്റെ തനത് കലാരൂപമായ കഥകളി ഇവിടെ പ്രധാന വഴിപാടാണ്. നിത്യവും കഥകളി നടക്കുന്ന കേരളത്തിലെ ഏക ക്ഷേത്രമെന്ന പ്രത്യേകതയും ഇതിനുണ്ട്. കുംഭമാസത്തിൽ പൂയം നാളിൽ ആറാട്ടോടെ സമാപിക്കുന്ന 10 ദിവസത്തെ കൊടിയേറ്റുത്സവവും, മീനമാസത്തിലെ ഉത്രനാളിൽ നടക്കുന്ന ഉത്രശീവേലി, ചിങ്ങമാസത്തിലെ അഷ്ടമിരോഹിണി, മേടമാസത്തിലെ വിഷു തുടങ്ങിയവയാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന ആണ്ടുവിശേഷങ്ങൾ. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണ് ഈ മഹാക്ഷേത്രം. ക്ഷേത്രത്തിൻ്റെ ഗോപുരം കടന്നു ചെന്നാൽ ആദ്യം നമ്മൾ കാണുന്നത് ഭഗവാന്റെ പാഞ്ചജന്യത്തിൻ്റെ പ്രതിഷ്ഠയാണ്. ആഴ്വാർമാർ എഴുതി തയ്യാറാക്കിയ ഒരു കീർത്തനവും നമുക്കവിടെ കാണാം. പാഞ്ചജന്യത്തിൻ്റെ പുറകുവശത്തായി ഗരുഡനെ പ്രതിഷ്ഠിച്ചുകൊണ്ടുള്ള ഗരുഡ മാടത്തറയും നമുക്ക് ദർശിക്കാവുന്നതാണ്. ക്ഷേത്രത്തെ ചുറ്റിപ്പറ്റിയുള്ള ഐതിഹ്യം ഇങ്ങനെയാണ്. പ്രാചീനകാലത്ത് തിരുവല്ല മല്ലികാവനം എന്നറിയപ്പെടുന്ന ഒരു കൊച്ചു ഗ്രാമമായിരുന്നു. മണിമലയാറിൻ്റെ തീരത്തുള്ള അതിമനോഹരമായ ആ ഗ്രാമത്തിൽ ജനങ്ങൾ തികഞ്ഞ ഈശ്വരഭക്തരും ധർമ്മിഷ്ഠരുമായിരുന്നു. അവിടെ അന്ന് 3000-ലധികം ബ്രാഹ്മണ ഗൃഹങ്ങൾ ഉണ്ടായിരുന്നു. അവയിലൊന്നായിരുന്നു ശങ്കരമംഗലത്ത് മന. അക്കാലത്ത് മല്ലികാവനം ഭരിച്ചിരുന്നത് ദുഷ്ടനും ക്രൂരനുമായ തുകലൻ എന്ന അസുരനായിരുന്നു. തികഞ്ഞ ശിവഭക്തനായിരുന്ന തുകലൻ വിഷ്ണു ഭക്തരെ പലതരത്തിലും ഉപദ്രവിച്ചു പോന്നു. ക്ഷേത്രത്തിനടുത്തുള്ള തുകലശ്ശേരി എന്ന സ്ഥലത്തിന് ആ പേര് വരാൻ കാരണം തന്നെ അവിടെ സ്ഥിതി ചെയ്തിരുന്ന തുകലന്റെ കൊട്ടാരമായിരുന്നു. അയാളുടെ ക്രൂരതകൾ കാരണം പല ബ്രാഹ്മണരും സ്ഥലം വിട്ടുപോവുക തന്നെ ചെയ്തു. എന്നാൽ ശങ്കരമംഗലത്ത് മനക്കാർ ഇവിടെ തന്നെ തുടർന്നു. ഈ മനയിലെ കാരണവരായിരുന്ന നാരായണൻ ഭട്ടതിരിപ്പാടും ശങ്കരമംഗലത്തമ്മ അഥവാ ചങ്ക്രോത്തമ്മ എന്നറിയപ്പെട്ടിരുന്ന പത്നി ശ്രീദേവി അന്തർജനവും തികഞ്ഞ ഈശ്വരഭക്തരായിരുന്നു. മക്കളില്ലാതിരുന്ന ഇരുവരും നാമജപത്തിൽ മുഴുകി സമയം നീക്കി. സന്താനഭാഗ്യത്തിനായി ഇരുവരും ഏകാദശി വ്രതം അനുഷ്ഠിച്ചിരുന്നു. ദശമി നാളിൽ ഒരിക്കലുണ്ട്, ഏകാദശി നാളിൽ തുളസി തീർത്ഥം മാത്രം സേവിച്ച്, ദ്വാദശി നാളിൽ ബ്രഹ്മചാരികളെ ഊട്ടിയാണ് ഇരുവരും വ്രതം അനുഷ്ഠിച്ചത്. എന്നാൽ കടുത്ത നിഷ്ഠയോടുകൂടി വ്രതം അനുഷ്ഠിച്ചിട്ടും അവർക്ക് സന്താനഭാഗ്യമുണ്ടായില്ല. കാലം പോകെ നാരായണൻ ഭട്ടതിരിപ്പാട് ഇഹലോകവാസം വെടിഞ്ഞു. ചങ്ക്രോത്തമ്മ അതോടെ ഒറ്റയ്ക്കായി. ഭർത്താവിൻ്റെ മരണത്തിനു ശേഷവും അവർ വ്രതം തുടർന്നു. നിരക്ഷരയായിരുന്ന ചങ്ക്രോത്തമ്മ മറ്റുള്ളവരോട് ചോദിച്ചാണ് ഏകാദശി ദിവസം അറിഞ്ഞിരുന്നത്. നിഷ്ഠയോടെ തന്നെ അവർ
വ്രതമനുഷ്ഠിച്ചു പോന്നു. അങ്ങനെയിരിക്കെ ഒരു ദ്വാദശി നാളിൽ കാലുകഴിച്ചൂട്ടാൻ ബ്രഹ്മചാരികൾ ആരും വന്നില്ല. ചക്രോത്തമ്മ അതീവ ദുഃഖിതയായി. അങ്ങനെയിരിക്കെ പെട്ടെന്ന് അമ്മേ എന്നൊരു വിളി അവർ കേൾക്കാനിടയായി. നോക്കുമ്പോൾ അതീവ തേജസ്വിയായ ഒരു ബ്രഹ്മചാരി ശ്രീലകത്ത് നിൽക്കുന്നു. ബ്രഹ്മചാരിയെ കണ്ട ചക്രോത്തമ്മ ഭക്ഷണത്തിന് മുൻപ് അവനോട് പോയി അടുത്തുള്ള കുളത്തിൽ കുളിച്ചു വരുവാൻ പറഞ്ഞു. എന്നാൽ ഒഴുക്കുള്ള പുഴയിൽ കുളിക്കാനായിരുന്നു അവൻ്റെ ആവശ്യം. പുഴയിൽ കുളിക്കരുതെന്ന് അമ്മ പറഞ്ഞെങ്കിലും ബ്രഹ്മചാരി കേട്ടില്ല. ബ്രഹ്മചാരിയായി വന്നിരിക്കുന്നത് സാക്ഷാൽ വിഷ്ണു ഭഗവാൻ തന്നെയാണെന്ന് ചക്രോത്തമ്മയ്ക്ക് മനസ്സിലായി. ഭഗവാൻ അനുചരന്മാരോടൊപ്പം തുകലശ്ശേരിയിൽ പോവുകയും അവിടെ വെച്ച് തുകലനുമായി ഏറ്റുമുട്ടി സുദർശന ചക്രം ഉപയോഗിച്ച് അയാളെ നിഗ്രഹിക്കുകയും തുടർന്ന് മണിമലയാറ്റിൽ കുളിച്ച് ചക്രം കഴുകുകയും ചെയ്തു. ഭഗവാൻ ചക്രം കഴുകിയ കടവ് അന്നു മുതൽ ചക്രക്ഷാളന കടവ് എന്നറിയപ്പെടാൻ തുടങ്ങി. കാലാന്തരത്തിൽ അത് ലോപിച്ച് ചക്രശാല കടവ് എന്നായി. തുടർന്ന് തുകലൻ പൂജിച്ചിരുന്ന ശിവലിംഗം അടുത്തുള്ള ഒരു കുന്നിൽ ക്ഷേത്രം പണിത് പ്രതിഷ്ഠിച്ചു. ഇതാണ് ഇന്നത്തെ തുകലശ്ശേരി മഹാദേവ ക്ഷേത്രം. ഭഗവാനെ കണ്ട ചക്രോത്തമ്മ ഭക്ത്യാശ്രുക്കളോടെ കാൽക്കൽ വീണ് നമസ്കരിച്ചു. തുടർന്ന് വിഭവസമൃദ്ധമായ ഒരു സദ്യ തന്നെ അവർ തൻ്റെ ഇഷ്ടദേവന് നൽകി. പാളയിലയിൽ വിളമ്പിയ സദ്യയിൽ പടറ്റിപ്പഴവും അമ്പഴവും ഉണ്ടായിരുന്നു. ഇന്നും തിരുവല്ല ക്ഷേത്രത്തിൽ പാള നമസ്കാരവും പടറ്റിപ്പഴവും അമ്പള നിവേദ്യവും ഉണ്ട്. ഭഗവാൻ ചക്രോത്തമ്മയുടെ പുത്രനായി ജീവിച്ച് മനയുടെ കിഴക്കിനിയിൽ പടിഞ്ഞാറോട്ട് ദർശനമായി സുദർശന ചക്രത്തെ പ്രതിഷ്ഠിച്ചു. ഇതാണ് പടിഞ്ഞാറ് ഭാഗത്തെ ശ്രീ സുദർശനമൂർത്തി പ്രതിഷ്ഠ. കാലാന്തരത്തിൽ ശ്രീദേവി അന്തർജനം തൻ്റെ സകല സ്വത്തുക്കളും സുദർശനമൂർത്തിക്ക് ദാനം ചെയ്ത് മുക്തിയടഞ്ഞു. സുദർശനമൂർത്തി പ്രതിഷ്ഠ മൂലം മല്ലികാവനം ചക്രപുരം എന്നറിയപ്പെടാൻ തുടങ്ങി. സുദർശനമൂർത്തിയുടെ പ്രതിഷ്ഠ നടത്തി ഏറെക്കാലം കഴിഞ്ഞാണ് ശ്രീവല്ലഭന്റെ പ്രതിഷ്ഠ നടത്തിയത്. ചേര രാജാക്കന്മാരുടെ കാലത്തായിരുന്നു ഈ പ്രതിഷ്ഠ. ചേര രാജാവായിരുന്ന ചേരമാൻ പെരുമാളിന്റെ പത്നി തികഞ്ഞ വിഷ്ണുഭക്തിയായിരുന്നു. ഒരു രാത്രിയിൽ അവർക്ക് ഭഗവാന്റെ വാഹനമായ ഗരുഡന്റെ സ്വപ്നദർശനമുണ്ടായി. അതിൽ ഗരുഡന്റെ അരുളപ്പാട് ഇങ്ങനെയായിരുന്നു: ചക്രപുരത്തെ സുദർശനമൂർത്തി ക്ഷേത്രത്തിൽ ഒരു മഹാവിഷ്ണു പ്രതിഷ്ഠ കൂടി വേണം. അതിന് ഏറ്റവും അനുയോജ്യമായ ബിംബം ഇന്ന് മംഗലാപുരത്ത് നേത്രാവതി നദിയിൽ ജലാധിവാസമേറ്റ് കിടപ്പുണ്ട്. പണ്ട് ദേവശില്പിയായ വിശ്വകർമാവ് നിർമ്മിച്ചതും ഭഗവാന്റെ അവതാരമായ ശ്രീകൃഷ്ണ ഭഗവാൻ പൂജിച്ചിരുന്നതുമായ ദർഭയും മണലും കൊണ്ടു തീർത്ത അതിദിവ്യമായ വിഷ്ണു വിഗ്രഹമാണിത്. ഇതേ സമയത്ത് നേത്രാവതി നദിയുടെ മറുകരയിലെ തുളു ബ്രാഹ്മണർക്കും ചക്രപുരത്ത് താമസിച്ചിരുന്ന പത്തില്ലത്തിൽ പോറ്റിമാർക്കും ഗരുഡന്റെ അരുളപ്പാടുണ്ടായി. വിവരമറിഞ്ഞ ചേരമാൻ പെരുമാൾ ഉടനെ തന്നെ രാജ്ഞിക്കും പത്തില്ലത്തിൽ പോറ്റിമാർക്കും രാജഭടന്മാർക്കുമൊപ്പം മംഗലാപുരത്തേക്ക് പുറപ്പെട്ടു. തുടർന്ന് വിഗ്രഹം അന്വേഷിച്ചു തുടങ്ങി. എന്നാൽ എത്ര ശ്രമിച്ചിട്ടും ആർക്കും വിഗ്രഹം കണ്ടുകിട്ടിയില്ല. അങ്ങനെയിരിക്കെ സാക്ഷാൽ ഗരുഡൻ തന്നെ ഒരു തുളു ബ്രാഹ്മണന്റെ രൂപത്തിൽ വന്ന് മഹാരാജാവിനോട് അപേക്ഷിച്ച് വിഗ്രഹം മുങ്ങിയെടുത്തു. തുടർന്ന് ആ തുളു ബ്രാഹ്മണനോട് നന്ദി പറയാൻ പോലും നിൽക്കാതെ പെരുമാളും സംഘവും കൂടി യാത്ര തിരിച്ചു. എന്നാൽ യാത്രക്കിടയിൽ ഒരു സ്ഥലത്ത് വെച്ച് തോണി മറിയുകയും വിഗ്രഹം നഷ്ടപ്പെടുകയും ചെയ്തു. അപ്പോൾ അവിടെ കുളിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന മണ്ണില്ലത്ത് നമ്പൂതിരി എന്ന വൈദിക ശ്രേഷ്ഠൻ വിഗ്രഹം മുങ്ങിയെടുത്ത് പെരുമാൾക്ക് സമ്മാനിച്ചു. തുളു ബ്രാഹ്മണന്റെ കോപം മൂലമാണ് ഇതുണ്ടായതെന്ന് മനസ്സിലാക്കിയ ഭക്തർ ഉടനെ തന്നെ മംഗലാപുരത്തേക്ക് തിരിച്ചുപോയി അദ്ദേഹത്തോട് മാപ്പ് പറഞ്ഞ് അദ്ദേഹത്തിന് പൂജാവകാശം നൽകി ചക്രപുരത്തേക്ക് കൂടെ കൂട്ടി. ഈ യാത്രയിൽ കൂടെയുണ്ടായിരുന്ന സ്വദേശികളായ ഭക്തർക്കെല്ലാം പെരുമാൾ ഓരോ അവകാശവും നൽകി. തുടർന്ന് വിഗ്രഹ ഘോഷയാത്ര തിരുവല്ലയിലെത്തിയപ്പോൾ അവിടെയുണ്ടായിരുന്നവർ ഭഗവാനെ നിറപറയും നിലവിളക്കും നൽകി സ്വീകരിച്ചു.
തുടർന്ന് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ വിഗ്രഹം ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിച്ചു. പക്ഷേ വിഗ്രഹം പ്രതിഷ്ഠിക്കാൻ ശ്രമിച്ചപ്പോൾ ചില ദുർനിമിത്തങ്ങൾ ഉണ്ടായി. വിഗ്രഹത്തിന്റെ നാമെ എത്ര ശ്രമിച്ചിട്ടും പീഠനാളത്തിൽ ഉറയ്ക്കാതെ വരുന്നത് ഭക്തരും കർമ്മികളും അന്താളിപ്പോടെ നോക്കി നിന്നു. അതേ സമയത്ത് ക്ഷേത്രത്തിലെ മുഖ്യതന്ത്രിക്ക് പെട്ടെന്ന് മൂത്രശങ്കയുണ്ടായി. അദ്ദേഹം ക്ഷേത്ര ശ്രീകോവിലിന്റെ വാതിലുകൾ അടച്ച് നേരെ അടുത്തുള്ള പറമ്പിലേക്ക് പോയി മൂത്രമൊഴിക്കുകയും തുടർന്ന് അശുദ്ധി ഒഴിവാക്കാൻ ക്ഷേത്രക്കുളത്തിലിറങ്ങി കുളിക്കുകയും ചെയ്തു. കുളി കഴിഞ്ഞ് വസ്ത്രം മാറി മറ്റു കർമ്മങ്ങളും കഴിച്ചു പുറപ്പെടാൻ ഒരുങ്ങിയപ്പോൾ പെട്ടെന്ന് ക്ഷേത്ര നാലമ്പലത്തിനകത്തുനിന്നും വാദ്യമേളങ്ങൾ മുഴങ്ങുന്ന ശബ്ദം തന്ത്രി കേൾക്കുകയുണ്ടായി. തിടുക്കപ്പെട്ട് ഓടി ശ്രീലകവാതിൽ തുറന്നു നോക്കുമ്പോൾ അദ്ദേഹം കണ്ടത് കോടി സൂര്യന്മാരുടെ കാന്തിയോടെ തിളങ്ങി നിൽക്കുന്ന ഭഗവാന്റെ വിഗ്രഹം ശ്രീലകത്ത് പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നതാണ്. തന്ത്രി ഉടനെ തന്നെ ഭഗവാന് പാളയിലയിൽ പടറ്റിപ്പഴം നേദിച്ചു. ആ സമയത്ത് ശ്രീലകത്തു നിന്നും ഒരു വൃദ്ധൻ നാലമ്പലത്തിൽ നിന്ന് പുറത്തിറങ്ങി വടക്കോട്ട് നടന്ന് അപ്രത്യക്ഷനായി. ആ വൃദ്ധൻ ദുർവാസാവ് മഹർഷിയാണെന്നും ദിവസവും രാത്രി നടയടച്ച ശേഷം അദ്ദേഹം ഭഗവാന്റെ പൂജയ്ക്ക് എത്തുന്നുവെന്നും ഭക്തർ വിശ്വസിച്ചു വരുന്നു. BC 59 ശ്രീവല്ലഭന്റെ പ്രതിഷ്ഠ നടത്തിയത്. ക്ഷേത്രത്തിൽ വൻതോതിൽ നവീകരണം നടത്തിയ ശേഷമാണ് ശ്രീവല്ലഭന്റെ പ്രതിഷ്ഠ നടത്തിയത്. അപ്പോൾ തന്നെ ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിലെ കരിങ്കൽ കൊടിമരത്തിന്റെ നിർമ്മാണവും നടന്നു. പറയിപെറ്റ പന്തിരുകുലത്തിലെ ഉളിയന്നൂർ പെരുന്തച്ചനാണ് കരിങ്കൽ കൊടിമരം നിർമ്മിച്ചത്. ഇതിന്റെ മുകളിൽ പഞ്ചലോഹ നിർമ്മിതമായ 3 അടി ഉയരമുള്ള ഗരുഡ പ്രതിമയുണ്ട്. ചിറകുകളോട് കൂടിയ മനുഷ്യന്റെ രൂപത്തിലാണ് ഇവിടെ ഗരുഡന്റെ പ്രതിഷ്ഠ. പിൽക്കാലത്ത് ഈ കൊടിമരം ചെരിഞ്ഞു വീഴാൻ തുടങ്ങിയപ്പോഴാണ് മറ്റൊരു ക്ഷേത്രത്തിലും കാണാൻ കഴിയാത്ത അത്ഭുത രൂപമായ ഗരുഡ മാടത്തറ പണികഴിപ്പിച്ചത്. 3 നിലകളോട് കൂടിയ ദീർഘചതുരാകൃതിയിലുള്ള ഈ അത്ഭുത ശില്പരൂപം ധാരാളം ഭക്തരെ ആകർഷിക്കുന്നുണ്ട്. തമിഴ് വൈഷ്ണവ ഭക്തകവികളായിരുന്ന ആഴ്വാർമാരിൽ പ്രധാനപ്പെട്ട 2 പേരായിരുന്ന നമ്മാഴ്വാറും തിരുമങ്കൈ ആഴ്വാരും ശ്രീവല്ലഭ സ്വാമിയെക്കുറിച്ച് സ്തുതിഗീതങ്ങൾ എഴുതിയിട്ടുണ്ട്. തിരുമങ്കൈ ആഴ്വാർ 12ഉം നമ്മാഴ്വാർ 11ഉം സ്തുതിഗീതങ്ങൾ ശ്രീവല്ലഭ സ്വാമിയെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. കോലപ്പിരാൻ, തിരുവാഴ്മാർപ്പൻ, സുന്ദരൻ എന്നീ പേരുകളിലാണ് അവർ ഭഗവാനെ വിശേഷിപ്പിക്കുന്നത്. 7-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന പ്രമുഖ സംസ്കൃത കവിയായിരുന്ന ദണ്ഡിയുടെ കൃതികളിലും ശ്രീവല്ലഭ ക്ഷേത്രത്തിലേക്ക് പരാമർശമുണ്ട്. ഉണ്ണുനീലി സന്ദേശത്തിലും ക്ഷേത്രത്തെ വിശദമായി വർണ്ണിച്ചിരിക്കുന്നു. 10-ാം നൂറ്റാണ്ടിൽ എഴുതിയ ശ്രീവല്ലഭ ക്ഷേത്ര മഹാത്മ്യം, ശ്രീവല്ലഭ ചരിത്രം, ശ്രീവല്ലഭ സുപ്രഭാതം, ശ്രീവല്ലഭ കർണാമൃതം തുടങ്ങിയവ ഇത്തരത്തിലുള്ള മറ്റു കൃതികളാണ്. കേരളത്തിന്റെ തനതു കലാരൂപമായ കഥകളി ഇവിടെ പ്രധാനപ്പെട്ട ഒരു വഴിപാടാണ്. കഥകളിയുടെ ഉത്ഭവകാലം തൊട്ട് തന്നെ ഇവിടെ പ്രധാനപ്പെട്ട ഒരു വഴിപാടായി നടത്തിവരുന്നു. വർഷത്തിൽ എല്ലാ ദിവസവും വൈകിട്ട് ക്ഷേത്രത്തിലെ കിഴക്കേ നടയിലെ മണ്ഡപത്തിൽ കഥകളി നടത്തിവരുന്നു. മറ്റു ക്ഷേത്രങ്ങളിൽ ഉത്സവകാലത്തും മറ്റ് വിശേഷ അവസരങ്ങളിലും മാത്രമേ കഥകളിയുള്ളൂ. ഒരിക്കൽ ക്ഷേത്രത്തിൽ ദർശനത്തിന് വന്ന വില്വമംഗലം സ്വാമിയാർ ശ്രീലകത്ത് ഭഗവാനെ കണ്ടില്ലെന്നും തുടർന്ന് അന്വേഷിച്ചപ്പോൾ കഥകളി പന്തലിൽ ബ്രാഹ്മണ വേഷത്തിൽ കണ്ടുവെന്നും വരെ കഥയുണ്ട്. തുകലാസുരവധം, ശ്രീവല്ലഭ ചരിതം, ശ്രീവല്ലഭ വിജയം തുടങ്ങിയവയാണ് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട പ്രധാന ആട്ടക്കഥകൾ. ക്ഷേത്രത്തോടനുബന്ധിച്ച് കഥകളി വിദ്യാപീഠവും ഉണ്ട്. ആദ്യകാലത്ത് ക്ഷേത്രത്തിൻ്റെ ഉടമസ്ഥാവകാശം പത്തില്ലത്തിൽ പോറ്റിമാർക്കായിരുന്നു. എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ തിരുവല്ല ഒരു പ്രധാന തീർത്ഥാടന കേന്ദ്രമായി അറിയപ്പെട്ടിരുന്നു. ഏതാണ്ട് 8 ഏക്കറിലധികം വിസ്തീർണമുണ്ട് ശ്രീവല്ലഭ ക്ഷേത്രത്തിലെ മതിലകത്തിന്. ചെങ്കല്ലിൽ തീർത്ത 12 അടി ഉയരവും 4 അടി വണ്ണവും 562 അടി നീളവുമുള്ള ഭീമാകാരമായ ആനപ്പള്ളമതിൽ ക്ഷേത്രത്തെ ചുറ്റിപ്പറ്റി പണിതിരിക്കുന്നു. 4 ഭാഗത്തും ഗോപുരങ്ങളുണ്ട്. അവയിൽ വടക്കേ ഗോപുരം വർഷത്തിലൊരിക്കൽ ഉത്രശീവേലി നാളിൽ മാത്രമേ തുറക്കൂ.
നിരവധി മരങ്ങളും പൂക്കളും ഭക്തർക്ക് തണൽ നൽകിയും ദൃശ്യവിരുന്ന് സമ്മാനിച്ചും മതിലകത്ത് നിറഞ്ഞു നിൽക്കുന്നു. ക്ഷേത്രത്തിലേക്ക് പൂജയ്ക്കെടുക്കുന്നത് ഇവിടെയുള്ള പൂക്കളാണ്. തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് അടുത്തടുത്തുള്ള ശ്രീകോവിലുകളിൽ കിഴക്കോട്ട് ദർശനമായി ഗണപതിയും അയ്യപ്പനും കുടികൊള്ളുന്നു. ഇരുവരുടെയും ശ്രീകോവിലുകൾക്ക് മുഖപ്പുണ്ട്. ക്ഷേത്ര മൂലസ്ഥാനമായ ശങ്കരമംഗലത്തുമന ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറേ നടയിൽ സ്ഥിതി ചെയ്യുന്നു. വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ആൽമരച്ചുവട്ടിൽ നാഗദൈവങ്ങൾ സാന്നിധ്യമരുളുന്നു. നാഗരാജാവായി അനന്തനും നാഗയക്ഷിയും നാഗകന്യകയും നാഗചാമുണ്ടിയും ചിത്രകൂടവും പരിവാരങ്ങളായ ഉത്തമ മധ്യമ അധമ സർപ്പങ്ങളും അടങ്ങിയതാണ് ഇവിടെ നാഗദൈവ പ്രതിഷ്ഠ. തൊട്ടടുത്ത് 2 യക്ഷി പ്രതിഷ്ഠകളുണ്ട്. അയയക്ഷിയും മായയക്ഷിയുമാണ് ഇവിടെ പ്രതിഷ്ഠകൾ. ഇവിടെ നിന്നൊരൽപ്പം മാറി കതിനക്കുറ്റികളുടെ ആകൃതിയിൽ 2 പ്രതിഷ്ഠകൾ കാണാം. ഋഷീശ്വരന്മാരായ ദുർവാസാവും വേദവ്യാസനുമാണ് ഈ പ്രതിഷ്ഠകൾ. വടക്ക് ഭാഗത്ത് മേൽക്കൂരയില്ലാത്ത ഒരു തറയിൽ ക്ഷേത്രത്തിലെ ഉത്സവമൂർത്തിയായ ഗുരുവപ്പ സ്വാമിയുടെ പ്രതിഷ്ഠ കാണാം. ബലിക്കൽ പുരയുടെ വടക്ക് ഭാഗത്ത് ക്ഷേത്രത്തിലെ മണിക്കിണർ സ്ഥിതി ചെയ്യുന്നു. പൊതുവെ നാലമ്പലത്തിനകത്ത് കാണാറുള്ള കിണർ പുറത്തു വന്നത് ഒരു പ്രത്യേകതയാണ്. കരിങ്കല്ലിൽ തീർത്ത അതിഭീമാകാരമായ ഒരു വട്ട ശ്രീകോവിലാണ് ഇവിടെ ഉള്ളത്. 160 അടി ചുറ്റളവുള്ള ഈ ശ്രീകോവിലിന് ഒരു നിലയേ ഉള്ളൂ. അത് ചെമ്പുമേഞ്ഞിരിക്കുന്നു. ശ്രീകോവിലിന്റെ മുകളിൽ സ്വർണ്ണ താഴികക്കുടം തിളങ്ങി നിൽക്കുന്നു. ഇതിനകത്ത് 3 മുറികളുണ്ട്. അവയിൽ പടിഞ്ഞാറേ അറ്റത്തുള്ള മുറിയായ ഗർഭഗൃഹം 2ആക്കി പകുത്തിരിക്കുന്നു. മുന്നിലെ ഗർഭഗൃഹത്തിൽ കിഴക്കോട്ട് ദർശനമായി ശ്രീവല്ലഭസ്വാമിയുടെ ചതുർബാഹു വിഗ്രഹവും പിന്നിലെ ഗർഭഗൃഹത്തിൽ പടിഞ്ഞാട്ട് ദർശനമായി ശ്രീ സുദർശനമൂർത്തിയുടെ അഷ്ടബാഹു വിഗ്രഹവുമാണ് ഉള്ളത്. വല്ലഭസ്വാമിയുടെ വിഗ്രഹത്തിന് ഏകദേശം 7 അടി ഉയരം വരും. മറ്റ് വിഷ്ണു വിഗ്രഹങ്ങളെപ്പോലെ പുറകിലെ വലതു കൈയിൽ സുദർശന ചക്രവും പുറകിലെ ഇടത് കൈയിൽ പാഞ്ചജന്യം ശംഖും മുന്നിലെ വലതു കൈയിൽ താമരയും കാണാമെങ്കിലും മുന്നിലെ ഇടത് കൈയിൽ ഗദയില്ല. പകരം ആ കൈ അരയിൽ കുത്തി നിൽക്കുകയാണ്. വിരാട് പുരുഷനായാണ് സങ്കല്പം. സുദർശനമൂർത്തിയുടെ വിഗ്രഹത്തിന് ഏകദേശം 6 അടി ഉയരം വരും. ഒരു അഗ്നിജ്വാലയുടെ നടുവിൽ ഉയർന്നു നിൽക്കുന്ന ഭഗവത് വിഗ്രഹം വലതു കൈകളിൽ ചക്രം, വാൾ, വില്ല്, ഉലക്ക എന്നിവയും ഇടതു കൈകളിൽ ശംഖ്, പരിച, അമ്പ്, ഗദ എന്നിവയും ധരിച്ചിരിക്കുന്നു. അതീവ ശാന്തസ്വരൂപനായ ശ്രീവല്ലഭസ്വാമിയും അത്യുഗ്രമൂർത്തിയായ ശ്രീ സുദർശനമൂർത്തിയും ഭക്തലക്ഷങ്ങൾക്ക് ഐശ്വര്യം പ്രദാനം ചെയ്തുകൊണ്ട് തിരുവല്ലയിൽ വസിക്കുന്നു. ശ്രീകോവിലിന്റെ പുറം ചുവരുകളിൽ വിശേഷിച്ച് അലങ്കാരങ്ങളൊന്നും തന്നെ കാണാനില്ല. ശ്രീകോവിലിനകത്തേക്കു കയറാൻ കിഴക്കും പടിഞ്ഞാറും ഭാഗങ്ങളിൽ കരിങ്കല്ലിൽ തന്നെ തീർത്ത സോപാനപ്പടികളുണ്ട്. കിഴക്കേ സോപാനത്തിൽ നേരിട്ട് കയറുന്ന രീതിയിലും പടിഞ്ഞാറേ സോപാനത്തിൽ ഇരുവശത്തു നിന്നും കയറുന്ന രീതിയിലുമാണ് സോപാനപ്പടികൾ. ശ്രീകോവിലിന്റെ തെക്കേ നടയിൽ ശിവസ്വരൂപമായ ദക്ഷിണാമൂർത്തിയെയും ഗണപതിയെയും പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. വടക്കു ഭാഗത്ത് അഭിഷേകജലം ഒഴുകിപ്പോകുന്ന ഓവ് കാണാം. ഓവിലൂടെ ഒഴുകുന്ന ജലം ഭക്തർ പ്രസാദമായി കരുതി കുടിക്കുന്നു. ശ്രീകോവിലിനെ ചുറ്റിപ്പറ്റി 4 അമ്പലം പണിതിരിക്കുന്നു. അതിവിശാലമായ 4 അമ്പലമാണ് ഇവിടത്തേത്. ചെമ്പുമേഞ്ഞ 4 അമ്പലത്തിനകത്തെ പ്രദക്ഷിണ വഴി മുഴുവൻ കരിങ്കല്ല് പാകിയിരിക്കുന്നു. ക്ഷേത്രത്തിലെ ഉപദേവതകളായി ഗണപതി, അയ്യപ്പൻ, ദക്ഷിണാമൂർത്തി, വരാഹമൂർത്തി, വിശ്വക്സേനൻ, ഗരുഡൻ, അയയക്ഷി, മായയക്ഷി, നാഗദൈവങ്ങൾ, ദുർവാസാവ്, വേദവ്യാസൻ, ഗുരുവപ്പ തുടങ്ങിയവരാണ് പ്രതിഷ്ഠകളായി ഉള്ളത്. ക്ഷേത്രത്തിലെ കൊടിയേറ്റുത്സവം കുംഭമാസത്തിലെ
ഉത്രട്ടാതിക്ക് കൊടികയറി പൂയത്തിന് ആറാട്ട് വരുന്ന വിധത്തിലുള്ള 10 ദിവസത്തെ ഉത്സവമാണ്. 10 ദിവസവും വിശേഷാൽ പൂജകളും കലാപരിപാടികളും ക്ഷേത്രത്തിലുണ്ടാകും. അടുത്തത് ഉത്രശ്രീവലിയാണ്. സമീപദേശത്തുള്ള ആലന്തുരുത്തി, കരുനാട്ടുകാവ്, പടപ്പാട്ട് എന്നീ ക്ഷേത്രങ്ങളിലെ ദേവിമാർ മീനമാസത്തിലെ ഉത്രം നാളിൽ ശ്രീവല്ലഭ ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളുന്ന ചടങ്ങാണ് ഉത്രശ്രീവേലി. ഈ ക്ഷേത്രങ്ങളിലെ ഉത്സവത്തിൻ്റെ 8-ാം ദിവസം ആറാട്ടെഴുന്നള്ളത്തിനു മധ്യേ ശ്രീവല്ലഭ ക്ഷേത്രത്തിൽ ഈ ദേവിമാർ എത്തുമ്പോൾ അതുവരെ അടഞ്ഞു കിടക്കുന്ന ക്ഷേത്രത്തിൻ്റെ വടക്കേ ഗോപുര നട തുറന്ന് ദേവിമാരെ സ്വീകരിക്കുന്നു. തുടർന്ന് ഈ 3 ദേവിമാരും ഗരുഡവാഹനത്തിലെത്തുന്ന ശ്രീവല്ലഭനും മഹാസുദർശന മൂർത്തിയും കൂടി ചേർന്ന് അഞ്ചീശ സംഗമം നടക്കുന്നു. അതിനുശേഷം ആലന്തുരുത്തി ഭഗവതിയെ ശ്രീവല്ലഭനോടൊപ്പം ശ്രീകോവിലേക്ക് എഴുന്നള്ളിച്ചിരുത്തുന്നു. പിന്നീട് കിഴക്കേ ഗോപുരം വഴി ദേവിമാർ തുകലശ്ശേരി ചക്രക്ഷാളന കടവിലേക്ക് ആറാട്ടിനായി പോകുന്നു. ആറാടി തിരിച്ചെത്തുന്ന പടപ്പാട് കാവിൽ ഭഗവതിമാർ വടക്കേ ഗോപുരം വഴി തന്നെ തിരിച്ചു പോകുന്നു. അതിനുശേഷം ആറാട്ട് കഴിഞ്ഞ് തിരിച്ചെഴുന്നള്ളുന്ന ആലന്തുരുത്തി ഭഗവതി ഉച്ചശ്രീബലിക്ക് എഴുന്നള്ളിയിരിക്കുന്ന ശ്രീവല്ലഭ സുദർശന മൂർത്തികളെ ക്ഷേത്രത്തിൻ്റെ തെക്കുപടിഞ്ഞാറേ ഭാഗത്ത് വെച്ച് കണ്ടുമുട്ടുന്നു. ശ്രീവല്ലഭ വാഹകനായ കീഴ്ശാന്തി തലയിൽ എഴുന്നള്ളിച്ചിരിക്കുന്ന ബിംബത്തിൽ നിന്നും കൈവിട്ട് ഭക്തരിൽ നിന്നും സ്വീകരിക്കുന്ന കാണിക്ക ഭഗവതിക്ക് നൽകി യാത്ര അയക്കുന്നതോടെ ഉത്രശ്രീബലി മഹോത്സവം അവസാനിക്കുന്നു. ശ്രീവല്ലഭ ക്ഷേത്രത്തിൽ വിഷ്ണുവിൻ്റെ അദ്ദേഹത്തിൻ്റെ വിശ്വരൂപത്തിലും മൂലരൂപത്തിലും അതീന്ദ്രിയ രൂപത്തിലുമാണ് ആരാധിക്കുന്നത്. ശ്രീകോവിലിൽ പുരുഷന് തുടക്കമോ അവസാനമോ ഇല്ലാത്തതിനാൽ ദേവന്റെ മുകൾ ഭാഗവും അടിഭാഗവും കാണാൻ കഴിയില്ല. ദേവന് വെള്ളയോ കാവ്യോ നിറത്തിൽ വസ്ത്രം ധരിക്കുന്നത് പുരുഷന്റെ നിത്യതയെ സൂചിപ്പിക്കുന്നു. ശ്രീവല്ലഭ ക്ഷേത്രം പഞ്ചരാത്ര വിധാനം എന്ന സവിശേഷമായ ആരാധനാക്രമത്തെയാണ് പിന്തുടരുന്നത്. പഞ്ചരാത്ര വിധാനം ഉത്ഭവിച്ചത് ദുർവാസ മുനിയുടെ ദുർവാസ സംഹിത എന്ന വിധാനത്തെ അടിസ്ഥാനമാക്കിയാണ്. ഭഗവാനെ ബ്രഹ്മചാരി, ഗൃഹസ്ഥൻ, സന്യാസി എന്നിങ്ങനെ വിവിധ രൂപങ്ങളിൽ അലങ്കരിച്ച് 5 അതുല്യ പൂജകൾ നടത്തുന്നു. 18 അടി നീളമുള്ള വെളുത്ത മുണ്ടിൽ 2 പുഷ്പമാലകളുള്ള ഒരു ബ്രഹ്മചാരിയെപ്പോലെയാണ് ഭഗവാന്റെ വിഗ്രഹത്തെ അണിയിക്കുന്നത്. പ്രധാന വഴിപാടിനു ശേഷം ദേവനെ കാവി മുണ്ടിൽ ഒരു മാലയോടൊപ്പം അണിയിക്കുന്നു. ഉച്ചയ്ക്ക് ദേവനെ ഗൃഹസ്ഥനായി ആരാധിക്കുന്നു. 5-ാമത്തെ പൂജയിൽ ദേവനെ പരബ്രഹ്മമായി ആരാധിക്കുന്നു. തുളസിമാലയോട് കൂടിയ കാവി നിറമുള്ള മുണ്ടിൽ അണിയിക്കുന്നു. ശയന ചടങ്ങിനു ശേഷം ശ്രീകോവിൽ അടച്ചിടുന്നു. ഭഗവാന്റെ മഹത്വവും ഈ ക്ഷേത്രത്തിൻ്റെ നിഗൂഢ ശക്തികളും അതിരറ്റതാണെന്ന് പറയപ്പെടുന്നു. സന്താന സമ്പത്തിനായുള്ള പൂജ സന്താന ഗോപാലം, ശത്രുക്കളുടെ കോപം മറികടക്കാൻ പൂജ ദുര്യോധനവധം, സമൃദ്ധിയും പണമൊഴുക്കും വർദ്ധിപ്പിക്കാൻ കുചേലവ്രതം എന്നിവ ഇവിടെ നടത്തുന്നു. നിരവധി ഭക്തർ തങ്ങളുടെ അഭിവൃദ്ധിയും ക്ഷേമവും മെച്ചപ്പെടുത്തുന്നതിനായി ഈ ക്ഷേത്രം സന്ദർശിക്കുന്നു. ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റ് 2 ക്ഷേത്രങ്ങളാണ് ഏറങ്കാവ് ദേവീക്ഷേത്രവും തുകലശ്ശേരി ശിവക്ഷേത്രവും. ഇവിടെ ദർശനം നടത്തിയതിനു ശേഷം ആ 2 ക്ഷേത്രങ്ങളും ദർശനം നടത്തുന്നത് വളരെ ഉത്തമമാണ്.
തുകലശ്ശേരി മഹാദേവ ക്ഷേത്രത്തിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ശിവലിംഗ പ്രതിഷ്ഠയുള്ളത്. തുകലൻ ആരാധിച്ചിരുന്ന ശിവന്റെ വിഗ്രഹം കുന്നിൻ മുകളിലുള്ള ക്ഷേത്രത്തിലേക്ക് മാറ്റിയതാണ് തുകലശ്ശേരി മഹാദേവ ക്ഷേത്രം. മഹാവിഷ്ണുവാണ് ഈ ക്ഷേത്രത്തിലെ വിഗ്രഹം പ്രതിഷ്ഠിച്ചത്. ശ്രീവല്ലഭ ക്ഷേത്രത്തിൽ ആരാധിക്കുന്നവർ തുകലശ്ശേരി ക്ഷേത്രത്തിലും ആരാധന നടത്തണമെന്നാണ് ഭക്തരുടെ വിശ്വാസം.